മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയെ കണ്ണൻ സ്വന്തം ജീവിതത്തിൽ നിന്നും തള്ളിക്കളഞ്ഞു എന്ന് കരുതി കമലേശ്വരത്തുള്ളവരും അതുപോലെ തന്നെ കരുണയുടെ അച്ഛനും മുത്തശ്ശിയും എല്ലാം മതിമറന്ന് സന്തോഷിക്കുന്നുണ്ട്. ഇത് കണ്ട് വേദനയുടെയും നിസ്സഹായതയുടെയും നിൽക്കുകയാണ് കേട്ടോ മോഹിനി. തുടർന്ന് എന്റെ മോളെ എവിടേക്കാ പോയതെന്ന് മോഹിനി വന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഇനി സാഗറിനോടൊപ്പമായോ ആയിരിക്കും അവള് പോയിരിക്കുന്നെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. എന്തായാലും കണ്ണൻ അവന്റെ ജീവിതത്തിൽ നിന്നും അവളെ തള്ളിക്കളഞ്ഞു എന്ന് പ്രതാപൻ പറയുമ്പോൾ അതിനൊരു കാരണം ഉണ്ടായിരിക്കുമല്ലോ എന്ന് മോഹിനി ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന മുത്തശ്ശി നീ അവൾക്ക് കാരണം പറഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് ദാമ്പത്യ ജീവിതത്തിൽ സുഖം കിട്ടാത്തത് കൊണ്ട് നിന്റെ മോള് വേലി ചാടി ആ സാഗറിനൊപ്പം അവള് ചുറ്റിത്തിരിയാണെന്ന് പറഞ്ഞപ്പോ നിന്റെ മരുമകനടക്കം ആരും ഞങ്ങളെ വിശ്വസിച്ചില്ല, പലതും പറഞ്ഞ് ഞങ്ങളുടെ വായടപ്പിച്ചു. ഇപ്പൊ എന്തായടി, ഇപ്പൊ അവന് തന്നെ കിട്ടേണ്ടത് കിട്ടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. സാധാരണ ആൺകുട്ടികളാണ് പെൺകുട്ടികളെ ചതിക്കാറുള്ളത്, പക്ഷെ ഇവിടെ ഇപ്പോ നിന്റെ മോളാണ് ആ സാഗരത്തിനെ ചതിച്ചിരിക്കുന്നത് എന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട്. ഇത് കേട്ട് ആകെ തകർന്ന് തരിപ്പണാവുന്നുണ്ട് കേട്ടോ മോഹിനി. തുടർന്ന് പ്രതാപനും പറയുന്നുണ്ട് നിന്റെ മോളെ അവൻ തള്ളിക്കളഞ്ഞു എന്ന് അവൻ തന്നെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു എന്നെല്ലാം പ്രതാപൻ പറയുന്നത് കേൾക്കുന്ന മോഹിനിയാണെങ്കിൽ എന്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നെല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ പിന്നെ അങ്ങനെ ചെയ്യാഞ്ഞിട്ടാണോ നീ വിളിച്ചപ്പോ അവള് കരഞ്ഞത്, ഇനി കണ്ണീര് മാത്രമേ നിന്റെ മോളുടെ ജീവിതത്തിൽ ഉണ്ടാവൂ എന്ന് വീണ്ടും മോഹിനിയെ കുത്തി നോവിച്ചുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. തുടർന്ന് മോഹിനി കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്ന കാണുമ്പോൾ പ്രതാപൻ വീണ്ടും മോഹിനിയെ കളിയാക്കിക്കൊണ്ട് പുറകെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ട് അവൾ ഇങ്ങോട്ട് തിരിച്ചു വന്നിരുന്നെങ്കിൽ ഞാൻ അവളെ സ്വീകരിച്ചേനെ, ഈ വീടിനകത്ത് കയറ്റിയേനെ. പക്ഷെ നല്ലൊരു ജീവിതം കിട്ടിയപ്പോ അവൾ അവളുടെ തനി ഗുണം കാണിച്ചു. എന്തൊരു അഹങ്കാരായിരുന്നു അവൾക്ക്. അത് കണ്ടിട്ട് ഞാനും എന്റെ അമ്മയും അതിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ മോളും നെഞ്ചു നീറിയാണ് നടന്നത്. അത് പുറത്തേക്ക് കാണുന്നില്ലായിരുന്നെങ്കിലും നെഞ്ചു നീറിക്കൊണ്ടാണ് ഞങ്ങള് ഇപ്പൊ എന്തായാലും അത് മാറിക്കിട്ടി എന്നെല്ലാം പ്രതാപം പറയുമ്പോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി എന്റെ മോള് ഒരു തെറ്റും ചെയ്യില്ല എന്ന് തന്നെ തീർത്ത് പറയുന്നുണ്ട് കേട്ടോ മോഹിനി. കണ്ണൻ എന്റെ മോൾ ഒരിക്കലും കണ്ണനെ വഞ്ചിക്കില്ല എന്നും മോഹിനി പറയുമ്പോ ആ വാക്ക് കേട്ട് അവര് പഴയൊരു പാട്ടൊക്കെ പാടി വീണ്ടും മോഹിനിയുടെ മുന്നിൽ നിന്ന് അവളെ ഇങ്ങനെ മോഹിനിയെ മാക്സിമം കളിയാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അവരുടെ കുറ്റപ്പെടുത്തലുകൾക്കും കളിയാക്കലുകൾക്കും ഇടയിൽപ്പെട്ട് ശരിക്കും നെഞ്ചു തകർന്ന് അവിടെ നിന്നും പോവാണ് കേട്ടോ മോഹിനി ചെയ്യുന്നത്. തുടർന്ന് വീണ്ടും മോഹിനിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് മുത്തശ്ശി. ശേഷം പ്രതാപനും പറയുന്നുണ്ട് പലതവണ അവളെ ഞാൻ തല്ലിക്കൊല്ലണമെന്ന് വിചാരിച്ചതാണ്, ഇനി അവൾ അവളുടെ മോളെ വിചാരിച്ച് എരിഞ്ഞടങ്ങി തീരട്ടെ എന്ന് പറയുന്നുണ്ട്. കരഞ്ഞു തീരട്ടെ ഈ ജന്മം എന്നും പറഞ്ഞ് മോഹിനിയെ ശപിക്കുകയാണ് കേട്ടോ പ്രതാപൻ. ശേഷം അടുക്കളയിലെത്തുന്ന മോഹിനിയാണെങ്കിൽ മഹിയോർത്ത് നിയന്ത്രണം വിട്ട് കരയാണ് കേട്ടോ. എന്നിട്ട് മനസ്സിൽ സ്വയം പറയുന്നുണ്ട് എന്റെ മോളൊരിക്കലും കണ്ണനെ വഞ്ചിക്കില്ല, അവനോട് നന്ദികേട് കാണിക്കില്ല, ഈ കേട്ടതൊന്നും ഒരിക്കലും സത്യമാകാൻ വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയെ വിളിക്കാൻ ഫോൺ എടുക്കുകയാണ് കേട്ടോ. ഇതേ സമയം കണ്ണനും അനന്തവും ലേഖയും മഹിയും ഒരുമിച്ച് ഔട്ടിങ്ങിന് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ് കേട്ടോ. അപ്പൊ കണ്ണനോട് വീൽ ചെയർ വേണ്ട, ഞാൻ നിന്നെ എടുത്ത് കാറിലിരുത്താം എന്നെല്ലാം അനന്ത് പറയുമ്പോ എടുക്കേണ്ട പ്രായത്തില് നീ എന്നെ ഒരുപാട് എടുത്തിട്ടുള്ളതല്ലേ, ഇപ്പൊ പക്ഷെ എന്റെ കൂടെ നടക്കാനായിട്ട് എന്റെ ഭാര്യ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇതേ സമയം തന്നെ അമ്മ മഹിയെ വിളിക്കുന്നുണ്ട്. തുടർന്ന് കണ്ണൻ മഹിയോട് പറയുന്നുണ്ട് എന്റെ രണ്ടാനമ്മ വിളിച്ചത് അമ്മ എന്തായാലും കരുണയോട് പറഞ്ഞു കാണും, കരുണ അച്ഛനോട് മഹിയുടെ അച്ഛനോടും പറഞ്ഞു കാണും, അതുകൊണ്ടായിരിക്കും അമ്മ വിളിച്ചിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ അമ്മയ്ക്ക് എന്തായാലും വിഷമമായിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. ഇതേ സമയം അമ്മയോട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞേക്കാൻ കണ്ണനും. അപ്പൊ അനന്ത് പറയുന്നുണ്ട് മഹാലക്ഷ്മിക്ക് സംഭവിച്ചിട്ടുള്ള ദുരന്തം മഹിയെ തകർന്നു കാണാൻ ആഗ്രഹിക്കുന്നവര് പെട്ടെന്നൊന്നും അറിയരുതെന്ന് അമ്മയോട് പറയണമെന്നും അനന്ത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ മഹിയെ. അങ്ങനെ അമ്മയുടെ കോൾ അറ്റൻഡ് ചെയ്തിട്ട് അമ്മയെന്ന് മഹി വിളിക്കുന്നതും മോൾക്ക് എന്താ സംഭവിച്ചത്, മോളിപ്പോ എവിടെയാണെന്നൊക്കെ മോഹിനി വീണ്ടും വീണ്ടും ചോദിക്കുമ്പോ അമ്മയുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മഹി. അപ്പോ ആരുമില്ല, മോളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ ഉമ്മറത്തിരിക്കുകയാണെന്ന് മോഹിനി പറയുമ്പോ എങ്കിലും അമ്മ കേട്ടോ അമ്മയുടെ മോൾക്ക് ഒന്നും സംഭവിച്ചില്ല എന്നുള്ള മഹാലക്ഷ്മി പറയുന്നത് കേട്ട് സമാധാനവും ഒപ്പം സന്തോഷം ആവുന്നുണ്ട് കേട്ടോ മോഹിനിക്ക്. മോളെ കണ്ണൻ തള്ളിക്കളഞ്ഞു എന്നൊക്കെയാണ് ഇവിടെയുള്ളവർ പറയുന്നത് എന്നെല്ലാം മോഹിനി പറയുമ്പോ തള്ളിക്കളഞ്ഞ ആൾ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ കണ്ണേട്ടന്റെ കയ്യിൽ ഫോൺ കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി കണ്ണന് ഫോൺ കൊടുക്കുകയാണ്. അങ്ങനെ കണ്ണനോടായിട്ട് എന്താ മോനെ സംഭവിച്ചതെന്ന് മോഹിനി ചോദിക്കുമ്പോ അതൊക്കെയുണ്ട്, മഹാലക്ഷ്മി വന്നിട്ട് അമ്മയോട് എല്ലാം പറഞ്ഞോളും, അതുവരെ മഹിയുടെ രണ്ടാനച്ഛനും മുത്തശ്ശിയൊക്കെ മാക്സിമം സന്തോഷിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അവരങ്ങേയറ്റം സന്തോഷിക്കട്ടെ എന്നും അതിനുശേഷം നിരാശയും വേദനയും ആർക്കും അവർക്ക് കിട്ടാൻ പോകുന്നത്, അതുകൊണ്ട് അവര് മനസ്സ് നിറഞ്ഞു ചിരിച്ചോട്ടെ, അമ്മ അതൊന്നും തിരുത്തി പറയാൻ പോകണ്ട എന്നും കണ്ണൻ മോഹിനിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വീണ്ടും മോനെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് മോഹിനി ചോദിക്കുമ്പോ ഞാൻ എന്താ അയാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് തിരികെ മഹാലക്ഷ്മിയുടെ കയ്യിൽ ഫോൺ കൊടുക്കാണ് കേട്ടോ കണ്ണൻ. അപ്പൊ വീണ്ടും മോഹിനിയോടായിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞങ്ങൾ അനന്തുവേട്ടന്റെയും ലേഖയുടെ ഒപ്പം ഒന്ന് പുറത്തേക്ക് പോവാണ്, അടിച്ചു പൊളിക്കാൻ എന്ന് മഹി പറയുന്നത് കേട്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ മോഹിനിക്ക്. ശേഷം ലേഖ പറയുന്നുണ്ട് ഇനി എന്തായാലും ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് കണ്ണേട്ടൻ തറവാട്ടിലേക്ക് തിരിച്ചു പോയാൽ മതി, അതുവരെ അവിടെയുള്ളവർ സന്തോഷം
സന്തോഷിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവര് 4 പേരും കൂടിയിട്ട് ഔട്ടിങ്ങിനായിട്ട് തിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ബീച്ചിൽ ലേഖയോടൊപ്പം ചിരിച്ചുല്ലസിക്കുന്ന മഹിയെയാണ്. ഇതേ സമയം അനന്തു കണ്ണനോട് പറയുന്നുണ്ട്, സത്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് മനസ്സിൽ വലിയൊരു തിരയായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് പക്ഷെ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു തിരയില്ലായിരുന്നു. മനസ്സ് വളരെ ശാന്തമായിരുന്നു. കാരണം എനിക്ക് എന്റെ മഹിയെ നന്നായിട്ട് അറിയാമെന്ന് കൂട്ടിച്ചേർക്കുകയാണ് കേട്ടോ കണ്ണൻ. ഇതേ സമയം അനന്തു ഒരു സംശയം കണ്ണനോട് ചോദിക്കുന്നുണ്ട്. അതായത് അന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചത് നിനക്ക് ടെൻഷൻ ഉള്ളത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അതെ ടെൻഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കരുതുന്നത് പോലെ മഹിയെ സംശയം ഉള്ളത് കൊണ്ടല്ല, നിങ്ങളോടൊപ്പം നിന്നതിനാണ് എന്ന് അനന്തുവിന് മറുപടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മഹിയെ ഞാൻ ഒരിക്കൽ പോലും സംശയിച്ചിട്ടില്ല എന്നും കണ്ണൻ പറയുമ്പോൾ മഹിയെ കുറിച്ചുള്ള നിന്റെ റീഡിംഗ് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് അനന്തു പറയുന്നത് കേട്ട് എനിക്കും എന്റെ ഭാര്യ വല്ലാത്തൊരു അത്ഭുതമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. എന്നെ എന്നും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളത് എന്റെ സുഹൃത്തുക്കൾ മാത്രമാണ്. ബന്ധുക്കൾ എന്ന് പറയാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും പോയതിനു ശേഷം എനിക്ക് ആകെ കിട്ടിയ ബന്ധുവാണ് എന്റെ മഹി. അവളെ ഇനി തകർത്ത് കളയാൻ ഒരിക്കലും ഞാൻ ഒരുക്കമല്ല എന്നും പറഞ്ഞുകൊണ്ട് വല്ലാതെ തന്നെ കണ്ണൻ ഇമോഷണൽ ആകുന്നുണ്ട്. ഇതേ സമയം ആ സാഗറിനെ ഈ തിരയിൽ കൊണ്ടുവന്ന് മുക്കി താഴ്ത്തുക വേണ്ടതെന്ന് അനന്തു ദേഷ്യത്തോടുകൂടി പറയുമ്പോൾ അതൊക്കെ വിട്ടുകളയുടെ അനന്തു, ഞങ്ങളുടെ ഇടയിലേക്ക് അവന് കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തപ്പോ മഹിയുടെ സ്വഭാവം അവനെ വല്ലാതെ സ്വാധീനിച്ചു. മാത്രമല്ല എന്റെ പോരായ്മകളെ കുറിച്ചും അവന് നന്നായിട്ട് അറിയാലോ, അത് അവൻ ശരിക്കും മുതലെടുത്തു എന്നും പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ശേഷം തിരമാലകളോടൊപ്പം കളിച്ച് വല്ലാതെ തളർന്നു പോവാണ് കേട്ടോ ലേഖ. അപ്പൊ മതിന്ന് മഹിയോടായിട്ട് ലേഖ പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ ഇതുപോലെ സന്തോഷിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു, ഒരുപാട് വേദനിച്ചു, അതുകൊണ്ടായിരിക്കോ ഇത്രയും സന്തോഷം കിട്ടിയത് എന്നും മഹി ചോദിക്കുന്നുണ്ട്. ഇതേ സമയം ലേഖ മഹിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരുപാട് ചിരിച്ചു കഴിഞ്ഞാൽ അതിനിരട്ടി കരയേണ്ടി വരുമെന്നാണ് പറയാറുള്ളത്. അതുപോലെ തന്നെയാണ് ഒരുപാട് കരഞ്ഞു കഴിഞ്ഞാൽ അതിനിരട്ടി സന്തോഷം നമുക്ക് ദൈവം കൊണ്ടുതരും. ഈ ബീച്ചിൽ വരുമ്പോഴൊക്കെ അസ്തമയ സൂര്യനെ നോക്കി കണ്ണേട്ടൻ പറയാറുണ്ട്, ആ സൂര്യനിൽ കാണുന്നത് അച്ഛനും അമ്മയാണെന്ന് കണ്ണനെ കുറിച്ച് ലേഖ പറയുന്നുണ്ട് മഹിയോടായിട്ട്. ഇതേ സമയം മഹിയും പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തന്നെയാണ്. ശേഷം മഹി ലേഖയോട് പറയുന്നുണ്ട്, ആണും പെണ്ണും തമ്മിലുള്ള അടുപ്പത്തെ എല്ലാവരും മറ്റൊരു രീതിയിലാണ് കാണുന്നത്. ആ സാഗർ പോലും ഞങ്ങളുടെ ബന്ധത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു. ഞങ്ങളുടെ ഹൃദയങ്ങൾ അത്രത്തോളം തമ്മിൽ അടുത്തു കഴിഞ്ഞു. ഇനി അറുത്തു മാറ്റിയാൽ പോലും ഒരിക്കലും അത് വേർപെടുത്താനായിട്ട് കഴിയില്ല എന്ന് പറയുന്നുണ്ട്. ആ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണമെന്നും അതുകൊണ്ട് തന്നെ ഇനി ഇത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലൊരു പരീക്ഷണം വേണ്ട എന്ന് മഹി ഓർമ്മപ്പെടുത്തുമ്പോൾ ഇനി ഒരിക്കലും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഞങ്ങൾ തന്ന പരീക്ഷണത്തിൽ മഹി 100 അല്ല 110% വിജയിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ ലേഖ. ഇതേ സമയം തുടർന്ന് ലേഖയും മഹിയും കൂടിയിട്ട് അനന്തുവിന്റെയും കണ്ണന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇനി അടുത്ത പ്ലാൻ എന്താണെന്ന് മഹി ചോദിക്കുമ്പോൾ നമുക്കൊരു ഡ്രൈവിന് പോയാലോ എന്ന് ലേഖ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഡിന്നർ കഴിഞ്ഞതിന് ശേഷം പിരിയാമെന്ന് അനന്തു പറയുന്നുണ്ട്. എന്തായാലും രാത്രിയായിട്ടൊക്കെ നിങ്ങൾ തറവാട്ടിലേക്ക് കയറി ചെന്നാൽ മതി എന്ന് അനന്തു പറയുന്നുണ്ട് കേട്ടോ. അപ്പോ കണ്ണനും പറയുന്നുണ്ട്, എല്ലാവരും ഉറങ്ങിയതിന് ശേഷം അവിടേക്ക് കയറി ചെല്ലുന്നതാണ് നല്ലത്, അതുവരെ അവര് സന്തോഷിച്ചോട്ടെ എന്നും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മേഘനോട് ഉണ്ണി ചോദിക്കുന്നുണ്ട്, സാഗറിനെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ കിട്ടിയില്ല, അവള് ചിലപ്പോ ഇനി അവനുമായിട്ട് പോയി കാണുമെന്ന് തോന്നുന്നെന്ന് മേഘൻ പറയുമ്പോൾ ഇത് കേൾക്കുന്ന കരുണ പറയുന്നുണ്ട്, അവളെ ഇനി അവൻ സ്വീകരിച്ചിട്ടുണ്ടാവില്ലേ എന്ന് സംശയത്തോട് ചോദിക്കുമ്പോൾ സ്വീകരിച്ചു കാണും, അല്ലെങ്കിൽ പിന്നെ അവള് കരുണയുടെ വീട്ടിലേക്കോ ഇവിടേക്കോ വരേണ്ടതില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മേഘൻ. എന്തായാലും അവൾ ആത്മഹത്യ ചെയ്യാൻ തന്നെയാണ് സാധ്യത എന്ന് കരുണ പറയുമ്പോൾ ഇതേ സമയം അവിടേക്ക് വരുന്ന മഞ്ജുവും അത് ശരിവെക്കുന്നുണ്ട്. തുടർന്ന് ദുർഗയാണെങ്കിൽ താൻ ഉണ്ടാക്കി കൊണ്ടുവന്ന പായസം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പായസം സെർവ് ചെയ്യുന്നു. തുടർന്ന് അവൾ ഇവിടെ ജീവിക്കേണ്ട രീതിയിൽ ഇവിടെ ജീവിച്ചിരുന്നുവെങ്കിൽ ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു പോവാണ് കേട്ടോ കരുണ. തുടർന്ന് കരുണ പറയുന്നുണ്ട്, എന്നെ മുന്നിയേട്ടനെയും നോക്കാൻ വേണ്ടി മാത്രമാണ് അച്ഛനും മുത്തശ്ശിയും ചേർന്ന് അവളെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. വിവാഹത്തിന്റെ തലേ ദിവസം പോലും അവളെ അത് ഓർമ്മിപ്പിച്ചതാണ്. പക്ഷെ അത് അവള് മറന്നു ജീവിച്ചു. അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെയൊരു തകർച്ച ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് കരുണ സന്തോഷിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേ സമയം മേഘൻ ദുർഗയോടായിട്ട് ഇന്ന് രാത്രി നല്ല അടിപൊളി ഡിന്നർ തന്നെ വേണമെന്ന് പറയുമ്പോൾ അതിലെന്താ ഇത്ര സംശയം, നിങ്ങൾ രണ്ടുപേരും കൂടി പോയി ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ച് മേടിച്ചോ, ഇന്ന് എത്ര നേരം വേണമെങ്കിലും അടുക്കളയിൽ നിന്ന് പണി ചെയ്യാൻ എനിക്ക് യാതൊരു മടിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. ഇത് കേൾക്കുന്ന മഞ്ജു ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലെ സന്തോഷിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മേഘൻ എന്തായാലും കിട്ടിയപ്പോ ഇത് വല്ലാത്തൊരു ലോട്ടറി ആയെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കരുണ പറയുന്നുണ്ട്, അവളിപ്പോ എവിടെയാണെന്ന് അറിയാൻ ഒരു ആകാംക്ഷയുണ്ടെന്നും പറഞ്ഞു ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് കണ്ണനും മഹിയും അനന്തവും ലേഖയും ഒരുമിച്ച് റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇതേ സമയം ലേഖ പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം നിനക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ അനന്തവും അത് ശരിവെക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ അതുകൊണ്ടാണ് രണ്ടുപേരും മഹിയെ സംശയിച്ചതെന്നിങ്ങനെ ചെറിയതായിട്ട് മുനവെച്ച് സംസാരിക്കുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആരായാലും സംശയിച്ചു പോകുമെന്ന് അനന്തവും പറയുന്നുണ്ട്. തുടർന്ന് സംശയം ഉള്ളിൽ വെച്ചുകൊണ്ട് നിന്റെ മഹിയെ ഞങ്ങൾ കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത്, അതെല്ലാം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സാഗറിന്റെയും മഹിയുടെയും പുറകെ പോവുകയാണ് ചെയ്തത് എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ അനന്തു. ഇതേ സമയം എങ്കിൽ പോലും കണ്ണേട്ടൻ ഒരിക്കലും
ഒരിക്കലും മഹിയെ സംശയിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ലേഖ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്നാലും സാഗർ കുറ്റക്കാരനാണെന്ന് അറിഞ്ഞപ്പോ കണ്ണേട്ടന് ഇപ്പൊ മഹിയോട് കൂടുതൽ സ്നേഹം തോന്നുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഞാൻ ഒരിക്കൽ പോലും മഹിയെ സംശയിച്ചിട്ടില്ല എന്ന് മറുപടി കൊടുക്കുകയാണ് കേട്ടോ കണ്ണൻ. പക്ഷേ അതുകൊണ്ട് തന്നെ കണ്ണേട്ടന് ഇപ്പൊ എന്നെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ള മഹിയുടെ ചോദ്യത്തിന് അതിന് തന്നെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ എന്റെ ജീവിതത്തിലേക്കത്. അതുകൊണ്ട് തന്നെ സംശയത്തിന്റെ ഒരു കനൽ കോരിയിടാൻ ആർക്കും സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് കണ്ണൻ. തുടർന്ന് അനന്ത് പറയുന്നുണ്ട്, ഞാൻ പലപ്പോഴായിട്ട് ഇവനോട് ചോദിച്ചു, ഇതുപോലുള്ള ഭാര്യയല്ലേ ഏതൊരു പുരുഷനും ആഗ്രഹിക്കുക എന്ന് ചോദിക്കുമ്പോൾ ഇതേ സമയം അനന്തു മഹിയോട് തിരിച്ചു ചോദിക്കുകയാണ്, അതായത് ഇതുപോലെ ഒരു പുരുഷനെ ഏതെങ്കിലും പെൺകുട്ടി ആഗ്രഹിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് ശരിക്കും വല്ലാതെ ആവുന്നുണ്ട് കേട്ടോ മഹി. തുടർന്ന് ലേഖ പറയുന്നുണ്ട്, കണ്ണേട്ടന്റെ ജീവിതത്തിൽ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയുണ്ട്. ആ ആക്സിഡന്റ് പറ്റിയില്ലായിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള ഒരു പെൺകുട്ടി മഹി ആയിരിക്കുമായിരുന്നു എന്നും പറയുന്നുണ്ട് കേട്ടോ ലേഖ. ഇത് കേൾക്കുന്ന കണ്ണൻ, ആ ആക്സിഡന്റ് ഉണ്ടായത് ഒരു കണക്കിന് ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതിയത്. അമ്മയോടൊപ്പം അച്ഛനും പോയതൊഴിച്ചാൽ ആക്സിഡന്റ് ഉണ്ടായതുകൊണ്ടാണ് ഇയാൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് കണ്ണൻ പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു പോരായ്മ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇയാളെ എന്റെ ജീവിതത്തിലേക്ക് കരുണയുടെ അച്ഛനും മുത്തശ്ശിയും കൂടി പറഞ്ഞു വിട്ടത്. ഉണ്ണിയെ പോലെ യോഗ്യനായ ഒരു ഭർത്താവിനെ ഇയാൾക്ക് കിട്ടണമെന്ന് ഒരിക്കൽ പോലും അവർ ആഗ്രഹിച്ചിട്ടില്ല. ഇങ്ങനെ വീൽ ചെയറും തള്ളി നടക്കുന്ന ഒരാളാവുമ്പോ ഒരിക്കൽ പോലും സ്വന്തം മകളുടെ ഭർത്താവിനേക്കാൾ മുകളിലേക്ക് പോവില്ല എന്നും അവര് കരുതി. പക്ഷെ അതെനിക്കൊരു ലോട്ടറിയായി. എല്ലാം ഉണ്ടായിട്ടും പലപ്പോഴും ജീവിക്കണോ വേണ്ടയോ എന്ന് പോലും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇയാൾക്കൊപ്പം ഒരുപാട് കാലം സന്തോഷത്തോടെ സ്നേഹം പങ്കിട്ട് ആസ്വദിച്ചു കഴിയണമെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇനി ഇയാൾ എന്റെ ഒപ്പം മടങ്ങി വരില്ല എന്ന് കരുതി എന്റെ വീട്ടിൽ കുറെ പേര് കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ അവിടെ എത്തണമെന്നും പറയുന്നുണ്ട് കേട്ടോ. ശേഷം കാണിക്കുന്നത് മുത്തശ്ശിയാണെങ്കിൽ പ്രതാപന് പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുന്നുണ്ട്. പായസം കുടിച്ചതിന് ശേഷം നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പൊ കരുണമോള് വിളിച്ചിരുന്നു, അവിടെ പാൽപായസമൊക്കെ വെച്ചിട്ടാണ് അവളുടെ ഒഴിഞ്ഞുപോക്ക് അവരെ ആസ്വദിച്ചത് എന്ന് പറഞ്ഞ് മനസ്സ് നിറഞ്ഞ് ചിരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് വരുന്ന മോഹിനിയാണെങ്കിൽ നന്നായിട്ട് ആഘോഷിക്കട്ടെ, പക്ഷെ അതിന് അൽപായസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ മോഹിനിയെ കാണുന്നതും അവൾ കൂടി ഒരു പായസം കൊടുക്കാനായിട്ട് പ്രതാപൻ മുത്തശ്ശിയോട് പറയുമ്പോൾ അവൾക്ക് അതിന് സന്തോഷമൊന്നും ഇല്ലല്ലോ. സന്തോഷം ഇല്ലാത്തവരെ പായസം കുടിച്ചു കഴിഞ്ഞാൽ അതിന് കയ്പായിട്ടേ തോന്നൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് അവളെങ്ങാനും നിന്നെ വിളിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി. അവൾ ആ സാഗറിന്റെ കൂടെ തന്നെയാണോ പോയിരിക്കുന്നതെന്ന് ചോദിച്ചതിന് അവര് വീണ്ടും കുത്തുവാക്ക് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് അങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട. അങ്ങനെ ഒരുപാട് സന്തോഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി ചിലപ്പോ ദുഃഖവാർത്തയായിരിക്കും കേൾക്കേണ്ടി വരിക എന്ന് അവർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഇത് കേട്ട് ദേഷ്യത്തോടെ മോഹിനിയെ നോക്കുന്ന പ്രതാപനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. എന്തായാലും ശത്രുക്കൾക്കൊക്കെ കനത്ത തിരിച്ചടി കൊടുത്തുകൊണ്ട് കണ്ണൻ മഹാലക്ഷ്മിയെയും കൂട്ടി കമലേശ്വരത്ത് തിരിച്ചെത്തുന്നുണ്ടാവും. അപ്പൊ ആ എപ്പിസോഡ് കാണാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്